നമസ്കാരം. എല്ലാവർക്കും ബേസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ്, ചലച്ചിത്ര അവാർഡ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം PSC പരീക്ഷകളിലെ ചലച്ചിത്ര അവാർഡുകളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം 2024 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു. 2024 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചല്ലേ? ഈ 2024 പ്രഖ്യാപിച്ച കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എത്രാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് പ്രഖ്യാപിച്ചത്? 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് 2024 പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പം 2024 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പൊ 2023 സെൻസർ ചെയ്യപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾക്കാണ് പുരസ്കാരം 2024 പ്രഖ്യാപിച്ചത്. അപ്പൊ 2024 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പൊ 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച നടനുള്ള പുരസ്കാരം, മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡില്? പൃഥ്വിരാജ്. മികച്ച നടൻ പൃഥ്വിരാജ് ആണ്. ഓക്കെ, അപ്പൊ പൃഥ്വിരാജ് ഏത് ചിത്രത്തിൽ അഭിനയത്തിനാണ് സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്? നമുക്കറിയാം ആടുജീവിതം എന്ന ചിത്രത്തിൽ അഭിനയത്തിന് പൃഥ്വിരാജ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു. നമുക്കറിയാം മികച്ച നടി സംസ്ഥാന ചലച്ചിത്ര അവാർഡില് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം? അപ്പൊ 2 പേർക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം, മികച്ച നടിമാരായിട്ട് 2 പേര് തിരഞ്ഞെടുക്കപ്പെട്ടു. അതാരൊക്കെയാണ്? ഉർവശിയും പിന്നെ ആരാണ്? ബീന ആർ ചന്ദ്രൻ. മികച്ച നടിമാരായിട്ട് 2 പേര് തിരഞ്ഞെടുക്കപ്പെട്ടു. ആരാണ്? ഉർവശിയും ബീന ആർ ചന്ദ്രൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഉർവശി ഏത് ചിത്രത്തിൽ അഭിനയത്തിനാണ് പുരസ്കാരം? ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ അഭിനയത്തിന് ഉർവശി മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി നമ്മൾ പറഞ്ഞു ബീന ആർ ചന്ദ്രൻ ഏത് ചിത്രത്തിൽ അഭിനയത്തിന് പുരസ്കാരം? തടവ് എന്ന ചിത്രത്തിൽ അഭിനയത്തിന് ബീന ആർ ചന്ദ്രൻ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ മികച്ച നടൻ പൃഥ്വിരാജ് ആണ്. ആടുജീവിതം ചിത്രത്തിൽ അഭിനയത്തിനാണ് പുരസ്കാരം. മികച്ച നടിമാരായിട്ട് 2 പേര് തിരഞ്ഞെടുക്കപ്പെട്ടു, ഉർവശിയും ബീന ആർ ചന്ദ്രനും. ഉർവശി ചിത്രം ഉള്ളൊഴുക്കാണ്. ബീന ആർ ചന്ദ്രൻ ഏത് ചിത്രത്തിലാണ്? തടവ് എന്ന ചിത്രത്തിൽ അഭിനയത്തിന് ബീന ആർ ചന്ദ്രൻ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലെ? ഓക്കെ, ഇനി സംസ്ഥാന ചലച്ചിത്ര അവാർഡില് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ്? മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? നമുക്കറിയാം ബ്ലസ്സി. മികച്ച സംവിധായകൻ ബ്ലസ്സിയാണ്. അപ്പൊ ബ്ലസ്സി ഏത് ചിത്രത്തിന്റെ സംവിധാനത്തിലാണ് ഈ സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്? ആടുജീവിതം എന്ന ചിത്രത്തിലെ സംവിധാനത്തിന് ബ്ലസ്സി മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലെ? ഓക്കെ, ഇനി സംസ്ഥാന ചലച്ചിത്ര അവാർഡില് മികച്ച നവാഗത സംവിധായകന് പുരസ്കാരമുണ്ട്. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ 2024 പ്രഖ്യാപിച്ചതിൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ്. മികച്ച നവാഗത സംവിധായകൻ ആരാണ്? ഫാസിൽ റസാഖ് ആണ്. അപ്പൊ ഫാസിൽ റസാഖ് ഏത് ചിത്രത്തിന്റെ സംവിധാനത്തിനാണ് പുരസ്കാരം? നമ്മളിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞ ബീന ആർ ചന്ദ്രൻ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രത്തിന്റെ സംവിധാനത്തിനാണ് ഫാസിൽ റസാഖിനെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അപ്പൊ ഫാസിൽ റസാഖ് ഏത് ചിത്രമാണ്? തടവ് ചിത്രത്തിന്റെ സംവിധായകനാണ് ഫാസിൽ റസാഖ്. അപ്പൊ തടവ് ചിത്രം സംവിധാനം ചെയ്തതിനാണ് ഫാസിൽ റസാഖിന് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പൊ മികച്ച സംവിധായകൻ ബ്ലസ്സിയും മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തി ആരുമാണ്? ഫാസിൽ റസാഖ്. ഇനി 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡില് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം. മികച്ച ചിത്രം ഏത് ചിത്രമാണ്? കാതൽ. മികച്ച ചിത്രം കാതൽ ദി കോർ. മികച്ച ചിത്രം കാതലാണ്. ഓക്കെ, അപ്പൊ കാതൽ ദി കോർ മികച്ച സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച ചിത്രം. അപ്പൊ കാതൽ ആ ചിത്രം സംവിധാനം ചെയ്ത ആരാണ്? ജിയോ ബേബി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത് കാതൽ. കാതൽ. ഓക്കെ, അപ്പം മികച്ച ചിത്രത്തിന്റെ സംവിധായകനാണ് ആര്? ജിയോ ബേബി. അപ്പൊ മികച്ച സംവിധായകൻ ബ്ലസ്സിയും മികച്ച ചിത്രത്തിന്റെ സംവിധായകൻ ആരുമാണ്? ജിയോ ബേബിയുമാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം 2 ഭാഗം തന്നെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഏത് ചിത്രത്തിന്റെ അഭിനയത്തിനാണ് പുരസ്കാരം, ഏത് ചിത്രം സംവിധാനം ചെയ്തതിനാണ് പുരസ്കാരം, മികച്ച ചിത്രം സംവിധാനം ചെയ്ത ആരെന്നൊക്കെ ഉള്ളത് നിർബന്ധമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു മികച്ച ചിത്രം കാതലാണെന്ന് പറഞ്ഞു.
ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡില് മികച്ച രണ്ടാമത്തെ ചിത്രം ഉള്ള പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ടയാണ്. രോഹിത് MG കൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഇരട്ട. സംസ്ഥാന ചലച്ചിത്ര അവാർഡില് മികച്ച രണ്ടാമത്തെ ചിത്രമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ഇരട്ട. അപ്പൊ മികച്ച ചിത്രം കാതൽ, മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട. മികച്ച ജനപ്രിയ ചിത്രം സംസ്ഥാന ചലച്ചിത്ര അവാർഡില് മികച്ച ജനപ്രിയ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ്? ആടുജീവിതം. മികച്ച ജനപ്രിയ ചിത്രം ആടുജീവിതം. നമുക്കറിയാം ബ്ലസ്സി സംവിധാനം ചെയ്തതാണ് ആടുജീവിതം. അപ്പൊ മികച്ച ജനപ്രിയ ചിത്രം ആടുജീവിതം. മികച്ച ചിത്രം കാതൽ, മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട, മികച്ച ജനപ്രിയ ചിത്രം ആടുജീവിതം. ഓക്കെ, നമുക്കറിയാം ചില സംസ്ഥാന ചലച്ചിത്ര അവാർഡാണെങ്കിലും ദേശീയ ചലച്ചിത്ര അവാർഡൊക്കെ ആണെങ്കിലും എന്താ പ്രത്യേക പുരസ്കാരം, സ്പെഷ്യൽ ജൂറി അവാർഡ് നൽകാറുണ്ട് അല്ലെ? സ്പെഷ്യൽ ജൂറി അവാർഡ്. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ ജൂറി അവാർഡ്. അപ്പം ചിത്രങ്ങളുടെ വിഭാഗത്തില് പ്രത്യേക പുരസ്കാരം സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ച ഒരു ചിത്രമുണ്ട്. സ്പെഷ്യൽ ജൂറി അവാർഡ് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ലഭിച്ച ചിത്രം, സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ച ചലച്ചിത്രം ഏതാണ്? ഗഗനചാരി. സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ച ചിത്രമാണ് ഗഗനചാരി. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ച ഗഗനചാരി ചിത്രം അത് സംവിധാനം ചെയ്ത ആരാണ്? അരുൺ ചന്തു സംവിധാനം ചെയ്ത ചിത്രമാണ് ഗഗനചാരി. സംസ്ഥാന ചലച്ചിത്ര അവാർഡില് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ച ചിത്രമാണ് ഇത് ഗഗനചാരി. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു മികച്ച നടൻ പൃഥ്വിരാജാണ്. മികച്ച നടിമാർ 2 പേര് ആരൊക്കെയാണ്? ഉർവശി, ബീന ആർ ചന്ദ്രൻ. മികച്ച സംവിധായകൻ ബ്ലസ്സിയാണ്. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖാണ്. മികച്ച ചിത്രം കാതൽ, അത് സംവിധാനം ചെയ്തത് ജിയോ ബേബിയും. മികച്ച രണ്ടാമത്തെ ചിത്രമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇരട്ടയും. മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ളത് ആടുജീവിതത്തിനും. പ്രത്യേക പുരസ്കാരം സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ച ചിത്രം ഏതുമാണ്? ഗഗനചാരി. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതോട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് നടൻ നടിയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി സംസ്ഥാന ചലച്ചിത്ര അവാർഡില് നമുക്കറിയാം സ്വഭാവ നടൻ സ്വഭാവ നടി. അപ്പൊ സഹനടൻ സഹനടി ആ പേരിലല്ല നിലവിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ പുരസ്കാരങ്ങൾ നൽകുന്നത് മികച്ച സ്വഭാവ നടൻ, മികച്ച സ്വഭാവ നടി അല്ലെ? ഓക്കെ, അപ്പം സംസ്ഥാന ചലച്ചിത്ര അവാർഡില് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വിജയരാഘവൻ. മികച്ച സ്വഭാവ നടൻ വിജയരാഘവനാണ്. അപ്പൊ പൂക്കാലം എന്ന ചിത്രത്തിൽ അഭിനയത്തിനാണ് വിജയരാഘവനെ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ. ഈ മികച്ച സ്വഭാവ നടി ആരാണ്? ശ്രീഷ്മ ചന്ദ്രൻ. മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ. അപ്പൊ ശ്രീഷ്മ ചന്ദ്രൻ ഏത് ചിത്രത്തിൽ അഭിനയമാണ്? പൊമ്പളൈ ഒരുമൈ എന്ന ചിത്രത്തിൽ അഭിനയത്തിന് ശ്രീഷ്മ ചന്ദ്രൻ മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു. അപ്പൊ മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ, മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം ബാലതാരങ്ങൾക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ പുരസ്കാരങ്ങളുണ്ട്. ദേശീയ ചലച്ചിത്ര അവാർഡിലും പുരസ്കാരമുണ്ട്, സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ബാലതാരങ്ങൾക്ക് പുരസ്കാരമുണ്ട്. അപ്പം സംസ്ഥാന ചലച്ചിത്ര അവാർഡില് ആൺകുട്ടികളുടെ ബാലതാരം, പെൺകുട്ടികളുടെ ബാലതാരം, അങ്ങനെ പുരസ്കാരങ്ങളുണ്ട്. അപ്പൊ ആൺകുട്ടികളുടെ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാസ്റ്റർ അവ്യുക്ത് മേനോൻ. മികച്ച ബാലതാരം, ആൺകുട്ടികളുടെ മികച്ച ബാലതാരം അവ്യുക്ത് മേനോൻ. പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ആർക്ക് പുരസ്കാരം? അവ്യുക്ത് മേനോന് പുരസ്കാരം ലഭിച്ചത്. ബാലതാരം ആൺകുട്ടികൾ ആരാണ്? അവ്യുക്ത് മേനോൻ. ഓക്കെ, അപ്പം അവിടെ മാറിപ്പോകരുത്. നമുക്ക് ദേശീയ ചലച്ചിത്ര അവാർഡൊക്കെ വരുന്ന ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. അപ്പൊ ദേശീയ ചലച്ചിത്ര അവാർഡിൽ ബാലതാരങ്ങൾക്ക് പുരസ്കാരമുണ്ട്. അപ്പൊ ദേശീയ ചലച്ചിത്ര അവാർഡില് 2024 പ്രഖ്യാപിച്ചതിൽ ബാലതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മലയാളിക്കാണ്. അതാർക്കാണ്? ബാലതാരം മലയാളിയാണ്. ആരാണ്? ശ്രീപതിയാൻ. മാളികപ്പുറം ചിത്രത്തിൽ അഭിനയത്തിന് ശ്രീപതിയാൻ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. ഇത് നമ്മൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡിലാണ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ശ്രീപതിയാൻ അല്ല, സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ആരാണ്? അവ്യുക്ത് മേനോൻ. ഒക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആൺകുട്ടികളുടെ ബാലതാരമുണ്ട്, പെൺകുട്ടികളുടെ ബാലതാരമുണ്ട്. അപ്പൊ പെൺകുട്ടികളുടെ മികച്ച ബാലതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്?
തെന്നൽ അഭിലാഷ്, തെന്നൽ അഭിലാഷ്, തെന്നൽ അഭിലാഷ്. ശേഷം മൈക്കൽ ഫാത്തിമ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആർക്ക് പുരസ്കാരം ലഭിച്ചു? തെന്നൽ അഭിലാഷിന് പുരസ്കാരം ലഭിച്ചു. തെന്നൽ അഭിലാഷിന് മികച്ച ബാലനടി, മികച്ച ബാലതാരം, പെൺകുട്ടികളുടെ മികച്ച ബാലതാരം അല്ലെങ്കിൽ മികച്ച ബാലനടിക്കുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് തെന്നൽ അഭിലാഷ്. അപ്പൊ മികച്ച സ്വഭാവ നടൻ വിജയരാഘവനായിട്ട് സ്വഭാവ നടൻ വിജയരാഘവനാണ്. സ്വഭാവ നടി ആരാണ്? ശ്രീഷ്മ ചന്ദ്രൻ. ശ്രീഷ്മ ചന്ദ്രൻ. ആൺകുട്ടികളുടെ മികച്ച ബാലതാരം അത് അവിക്ത് മേനോനാണ്. പെൺകുട്ടികളുടെ മികച്ച ബാലതാരം ആരാണ്? തെന്നൽ അഭിലാഷ്. തെന്നൽ അഭിലാഷ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞു ഗഗനചാരിയുടെ കാര്യം പറഞ്ഞു. എന്താ? സ്പെഷ്യൽ ജൂറി അവാർഡ് അല്ലെ, സ്പെഷ്യൽ ജൂറി അവാർഡ്. ഓക്കെ, അപ്പം ഈ അഭിനയത്തിനും അഭിനയ മികവിനും സ്പെഷ്യൽ ജൂറി പുരസ്കാരങ്ങൾ 2024 നൽകിയിട്ടുണ്ട്. അപ്പൊ അഭിനയത്തിന് അഭിനയ മികവിന് എത്ര പേർക്ക് സ്പെഷ്യൽ ജൂറി പ്രത്യേക പുരസ്കാരം ലഭിച്ചു? 3 പേർക്ക് അഭിനയത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് 3 വ്യക്തികൾക്ക് ലഭിച്ചു. 3 വ്യക്തികൾക്ക് ലഭിച്ചു. അത് ആർക്കൊക്കെയാണ്? ആ വ്യക്തികൾ ആരൊക്കെയാണ്? സ്പെഷ്യൽ ജൂറി അവാർഡ് അഭിനയത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ച 3 പേർ ആരൊക്കെയാണെന്ന് നോക്കാം. ആരൊക്കെയാണ്? ഒന്ന് ഗോകുൽ. ഗോകുൽ. അപ്പൊ നമുക്കറിയാം ഗോകുൽ ഏത് ചിത്രത്തിലെയാ? ആടുജീവിതം അല്ലെ. ആടുജീവിതത്തിലെ അഭിനയത്തിന് പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഗോകുൽ. സ്പെഷ്യൽ ജൂറി അഭിനയത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ച ആടുജീവിതം ചിത്രത്തിലെ അഭിനയത്തിന് ഗോകുലിന് പുരസ്കാരം ലഭിച്ചു. ഓക്കെ, ഇനി നമുക്കറിയാം സുധി കോഴിക്കോട്. സുധി കോഴിക്കോട് ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചത്? ഏത് ചിത്രത്തിലെയാ? കാതൽ. നമ്മൾ പറഞ്ഞു മികച്ച ചിത്രം കാതലാണ്. അപ്പൊ കാതൽ എന്ന ചിത്രത്തിൽ അഭിനയത്തിന് സുധി കോഴിക്കോട് എന്ത് പുരസ്കാരം? സ്പെഷ്യൽ ജൂറി അവാർഡും ലഭിച്ചു. സ്പെഷ്യൽ ജൂറി അവാർഡ് അപ്പോൾ ഗോകുലിന് ലഭിച്ചു, സുധി കോഴിക്കോടിന് ലഭിച്ചു. ഇനി നമ്മൾ പറഞ്ഞു 3 പേർക്കാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത ആരാണ്? ഒരാൾ കൂടിയുള്ള ആരാണ്? കൃഷ്ണൻ. ജൈവം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആർക്ക്? കൃഷ്ണന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചു. അപ്പൊ 3 പേർക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരം അഭിനയത്തിന് ഗോകുൽ, സുധി കോഴിക്കോട്, കൃഷ്ണൻ. ഇവിടെ നമ്മൾ പറഞ്ഞത് സ്വഭാവ നടനും പൃഥ്വിരാജിന് ഏത് പുരസ്കാരമാണ്? മികച്ച നടനുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ബാക്കി ഭാഗത്തിൽ, അതായത് നമുക്കറിയാം സംഗീത സംവിധാനം. ഓക്കെ, അപ്പം സംഗീത സംവിധാനത്തിനുള്ള പുരസ്കാരം സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ സംഗീത സംവിധായകൻ, മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജസ്റ്റിൻ വർഗീസ്. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ജസ്റ്റിൻ വർഗീസ്. ഓക്കെ, ഇനി മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, മികച്ച പിന്നണി ഗായകൻ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം ആർക്കാണ്? വിദ്യാധരൻ മാസ്റ്റർ. അപ്പൊ അവിടെ നമുക്ക് മാറിപ്പോയത് മികച്ച ഗാനരചയിതാവോ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം അല്ല ആർക്ക് ലഭിച്ചത്? വിദ്യാധരൻ മാസ്റ്റർ. മികച്ച പിന്നണി ഗായകൻ, മികച്ച ഗായകൻ ആരാണ്? വിദ്യാധരൻ മാസ്റ്റർ ആണ്. മികച്ച സംഗീത സംവിധായകൻ ആരാണ്? ജസ്റ്റിൻ വർഗീസ്. ഓക്കെ, ഇനി മികച്ച ഗായിക ഈ പ്രാവശ്യം 2024 പ്രഖ്യാപിച്ച സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ആൻ ആമി. മികച്ച പിന്നണി ഗായിക ആരാണ്? ആൻ ആമി. മികച്ച പിന്നണി ഗായിക ആൻ ആമി. ഓക്കെ, അപ്പൊ മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ്, മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ, മികച്ച പിന്നണി ഗായിക ആരാണ്? ആൻ ആമി. ഓക്കെ, അപ്പൊ നമ്മള് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറച്ച് കാറ്റഗറികൾ നമ്മൾ പറഞ്ഞു. ഇതുകൂടാതെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ വരുന്ന 2 പ്രധാന പുരസ്കാരമാണ്. അതായത് ചലച്ചിത്ര സംബന്ധമായ രചനകൾക്ക് പുരസ്കാരമുണ്ട്. ഓക്കെ, അപ്പൊ അതായത് മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനും ചലച്ചിത്ര സംബന്ധമായ മികച്ച പുസ്തകത്തിനും അതുപോലെ തന്നെ മികച്ച ചലച്ചിത്ര ലേഖനത്തിനും ചലച്ചിത്ര സംബന്ധമായ ആർട്ടിക്കിളിനും പുരസ്കാരം നൽകാറുണ്ട്. അപ്പൊ ഏതിലൊക്കെയാണെന്ന് പറഞ്ഞത്? മികച്ച ചലച്ചിത്ര ഗ്രന്ഥം, സിനിമാ സംബന്ധമായ മികച്ച പുസ്തകത്തിനും അതുപോലെ ചലച്ചിത്ര സംബന്ധമായ മികച്ച ലേഖനം, ആർട്ടിക്കിളിനും പുരസ്കാരം നൽകാറുണ്ട്. ഓക്കെ, അപ്പൊ 2024 പ്രഖ്യാപിച്ചതില് മികച്ച ചലച്ചിത്ര ഗ്രന്ഥം, സിനിമാ സംബന്ധമായ മികച്ച പുസ്തകം, അതിനുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ്? മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കൃതി ഏതാണ്? മഴവിൽ
കണ്ണിലൂടെ മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ. അപ്പൊ നമ്മൾ പറഞ്ഞു മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ. ഓക്കെ, അപ്പൊ മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ അത് ആരുടെ കൃതിയാണ്? കിഷോർ കുമാർ. ഓക്കെ, അപ്പൊ മികച്ച ചലച്ചിത്ര ഗ്രന്ഥം ഏതാണ്? മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ. അതാരുടേതാണ്? കിഷോർ കുമാർ. അപ്പൊ നമ്മൾ പറഞ്ഞു ഗ്രന്ഥത്തിന് പുസ്തകത്തിനുണ്ട്, അതുപോലെ തന്നെ ലേഖനത്തിനും പുരസ്കാരം ഉണ്ട് അല്ലെ. അപ്പൊ മികച്ച ചലച്ചിത്ര ലേഖനം സംസ്ഥാന ചലച്ചിത്ര അവാർഡില് മികച്ച ചലച്ചിത്ര ലേഖനത്തിനുള്ള പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ. മികച്ച ചലച്ചിത്ര ലേഖനം ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ. ഓക്കെ, അപ്പൊ ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ എന്ന ലേഖനം കൃതി രചിച്ച ആരാണ്? ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ ഇതാണ് രാജേഷ് എം ആർ. ഡോക്ടർ രാജേഷ് എം ആറിന്റെ കൃതിയാണ്, ലേഖനമാണ് ഇത് ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ. ഓക്കെ, അപ്പൊ മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ, മികച്ച ചലച്ചിത്ര ലേഖനം ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. അപ്പൊ ഈ 54ാമത് അല്ലെങ്കിൽ 2024 പ്രഖ്യാപിച്ച സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ ജൂറി ചെയർമാൻ ആരായിരുന്നു? ജൂറി ചെയർമാൻ സുധീർ മിശ്ര. അപ്പൊ ഹിന്ദി സംവിധായകനൊക്കെയായ സുധീർ മിശ്രയായിരുന്നു എന്ത്? സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ ജൂറി ചെയർമാൻ ആയിട്ട് നിയമിക്കപ്പെട്ടത്. അപ്പൊ ജൂറി ചെയർമാൻ സുധീർ മിശ്ര. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ്. നമ്മൾ പറഞ്ഞു മികച്ച നടൻ പൃഥ്വിരാജ്, മികച്ച നടിമാർ ഉർവശിയും ബീനാർ ചന്ദ്രനുമാണെന്നും പറഞ്ഞു. മികച്ച സംവിധായകൻ ബ്ലസ്സിയും, മികച്ച ചിത്രം കാതൽ, രണ്ടാമത്തെ ചിത്രം ഇരട്ട, ജനപ്രിയ ചിത്രം ആടുജീവിതം, സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ച ചിത്രം ഗഗനചാരി, സ്വഭാവ നടൻ വിജയരാഘവൻ, സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ, ബാലതാരങ്ങൾ രണ്ടുപേരാരൊക്കെയാണ്? അവിക്ത് മേനോനും തെന്നൽ അഭിലാഷും. സ്പെഷ്യൽ ജൂറി അവാർഡ് അഭിനയത്തിന് 3 പേർക്ക് ലഭിച്ചു. ആർക്കൊക്കെയാണ്? സുധി കോഴിക്കോട്, ഗോകുൽ കൃഷ്ണൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജസ്റ്റിൻ വർഗീസിനും, മികച്ച ഗായകനുള്ള പുരസ്കാരം വിദ്യാധരൻ മാസ്റ്ററിനും, മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ആൻ ആമിക്കും ലഭിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു മികച്ച ചലച്ചിത്ര ഗ്രന്ഥം അത് മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമയാണ്, കിഷോർ കുമാറിന്റെ കൃതിയാണ്. അതുപോലെ തന്നെ മികച്ച ചലച്ചിത്ര ലേഖനം ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ അത് രാജേഷ് എമ്മാറിന്റെ ലേഖനമാണ്. നമ്മൾ പറഞ്ഞത് ജൂറി ചെയർമാൻ സുധീർ മിശ്ര. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ ജൂറി ചെയർമാൻ സുധീർ മിശ്ര. ഓക്കെ, അപ്പൊ നമ്മളിപ്പം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പോർട്സിലെ കുറച്ച് ഭാഗമാണ് കേട്ടോ. സ്പോർട്സ്. ഓക്കെ, ഇപ്പം സ്പോർട്സ് അപ്പൊ നമുക്കറിയാം PSC പരീക്ഷകളിൽ ഇഷ്ടംപോലെ സ്പോർട്സ് കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ് അങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് പഠിക്കാനുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക്കൊക്കെ ആയിട്ട് നമുക്ക് ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് എടുക്കാം. ഇപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഇപ്പൊ 2024 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് കായികനാണ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ്? ടെന്നീസ് ടൂർണമെന്റുകളാണ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ്. അല്ലെ. ഓക്കെ, അപ്പം പ്രധാന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ എത്രണ്ണമാ? 4 എണ്ണമാണ് അല്ലെ. 4 പ്രധാന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ 4 എണ്ണമാണ്. ഇപ്പൊ പ്രധാന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ അല്ലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ നമ്മൾ ഇടയ്ക്ക് വാർത്തകളിലൊക്കെ കാണാറുള്ളതാണ്. അതായത് ഓരോ ഓപ്പൺ എന്നൊക്കെ പറഞ്ഞുണ്ട് അല്ലെ. US ഓപ്പൺ ഉണ്ട്, ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്, വിംബിൾഡൺ ഉണ്ട്. അങ്ങനെ ടെന്നീസ് ടൂർണമെന്റുകൾ പ്രധാന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ. അപ്പൊ അത് നമുക്ക് നോക്കാം. അപ്പം ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്. പിന്നെന്താണ്? ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്. വിംബിൾഡൺ. ഓക്കെ, പിന്നെ അതുപോലെ എന്താണ്? US ഓപ്പൺ. അപ്പൊ ഇതാണ് പ്രധാന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ. അത് 4 എണ്ണമാണ്. ഏതൊക്കെയാ? ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ,
വിംബിൾഡൺ, US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. ഓക്കെ, അപ്പൊ ഈ ഓർഡറിലാണ് എല്ലാ ടൂർണമെന്റുകളും എല്ലാ വർഷവും നടക്കുന്നത്. അതായത് ഈ 4 ടൂർണമെന്റും എല്ലാ വർഷവും നടക്കുന്നതാണ്. ഒരേ വർഷം ഈ 4 ടൂർണമെന്റുകളും നടക്കുന്നതാണ്. അപ്പൊ ഈ 2024 4 ടൂർണമെന്റുകളും കഴിഞ്ഞു. ഇപ്പൊ 2025 തുടങ്ങുന്നതേ ഉള്ളൂ, ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 24 കംപ്ലീറ്റ് നമുക്കങ്ങ് പഠിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഈ ഓർഡർ അങ്ങ് പഠിച്ചു വെക്കുക. അതായത് വർഷത്തിൽ ആദ്യം നടക്കുന്നതാണ് ഇത്, ഈ പറഞ്ഞ പോലെ ജനുവരി ഫെബ്രുവരിയോടെയൊക്കെ നടക്കുന്നതാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ. അതിനുശേഷം നടക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ഫ്രഞ്ച് ഓപ്പൺ. അതിനുശേഷമാണ് ഫ്രഞ്ച് ഓപ്പൺ. ഇനി മൂന്നാമത് നടക്കുന്നതാണ് ഇത് വിംബിൾഡൺ. മൂന്നാമത് വിംബിൾഡൺ ആണ്. ഏറ്റവും അവസാനം നടക്കുന്നതാണ് ഇത് US ഓപ്പൺ. അപ്പൊ ആ ഓർഡർ തന്നെ അങ്ങ് പഠിച്ചു വെക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് അതിന്റെ വിന്നേഴ്സിനും കൂടെ ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഒരു പകുതി എളുപ്പമുണ്ട് ആ ഓർഡർ പഠിച്ചു കഴിയുമ്പോൾ തന്നെ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ ആദ്യം ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നത് ഏതാണ്? A ആണ്. അപ്പൊ ഒന്നാമത് നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. അതിനുശേഷം ആൽഫബറ്റിക് ഓർഡറിൽ രണ്ടാമത് വരുന്നത് ഏതാ? F ആണ്. അപ്പൊ രണ്ടാമത് നടക്കുന്നത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. അപ്പൊ ആദ്യത്തത് A ഓസ്ട്രേലിയൻ ഓപ്പണും രണ്ടാമത്തത് ഫ്രഞ്ച് ഓപ്പണും ആണ്. ഇനി W മൂന്നാമത് നടക്കുന്നത് വിംബിൾഡൺ ആണ്. അപ്പൊ W തിരിച്ചിടുമ്പോൾ 3 പോലെയല്ലേ? അപ്പൊ മൂന്നാമത് നടക്കുന്ന ടൂർണമെന്റ് ആണ് ഇത് വിംബിൾഡൺ. മൂന്നാമത് നടക്കുന്നതാണ് വിംബിൾഡൺ. വർഷത്തിൽ ഏറ്റവും അവസാനം നടക്കുന്ന ടൂർണമെന്റ് ആണ് ഇത് US ഓപ്പൺ. അപ്പൊ ആദ്യം നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ, മൂന്നാമത് നടക്കുന്ന ഏതാണ്? വിംബിൾഡൺ. ഏറ്റവും അവസാനം നടക്കുന്ന ഏതാണ്? US ഓപ്പൺ. രണ്ടാമത് നടക്കുന്ന ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് പുരുഷ വിഭാഗം ജേതാക്കളെയും അതുപോലെ തന്നെ വനിതാ വിഭാഗം ജേതാക്കളെയുമാണ് നമ്മൾ സിംഗിൾസ്. ഡബിൾസ് നമുക്ക് വേറെ പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന പുരുഷ വിഭാഗം ജേതാക്കളെയും അതുപോലെ തന്നെ മെൻ സിംഗിൾസ്, വിമൻ സിംഗിൾസ് ആണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. പുരുഷ വിഭാഗം ജേതാക്കളെയും വനിതാ വിഭാഗം ജേതാക്കളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് എന്ത്? അവരുടെ രാജ്യവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 പുരുഷ വിഭാഗം. ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? യാനിക് സിന്നർ. ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? യാനിക് സിന്നർ. ഇനി ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ആരാണ്? കാർലോസ് അൽക്കരാസ് ഗാർഫിയ. ഓക്കെ, അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ കാർലോസ് അൽക്കരാസ് ഗാർഫിയ. ഓസ്ട്രേലിയൻ ഓപ്പൺ യാനിക് സിന്നർ. ഫ്രഞ്ച് ഓപ്പൺ കാർലോസ് അൽക്കരാസ് ഗാർഫിയ. ഇനി വിംബിൾഡൺ ജേതാവ് ആരാണ്? വിംബിൾഡൺ ആര് തന്നെയാ? കാർലോസ് തന്നെയാണ് വിംബിൾഡൺ ജേതാവ്. കാർലോസ് അൽക്കരാസ് ഗാർഫിയ. അപ്പൊ കാർലോസിന് ഏതൊക്കെ ടൂർണമെന്റുകൾ ലഭിച്ചു? 2 ടൂർണമെന്റ് ലഭിച്ചു അല്ലെ? ആ നടുക്കത്തെ 2 ഏതൊക്കെയാണ്? ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡണും ഒരാൾക്കാണ്. ആർക്കാണ്? കാർലോസ് അൽക്കരാസ് ഗാർഫിയ. അപ്പൊ 2ഉം 3ഉം ആർക്ക് ലഭിച്ചു? കാർലോസിന് ലഭിച്ചു. ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡണും. ഒന്നാമത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ആർക്കാണ്? അത് യാനിക് സിന്നർ ആണ് അല്ലെ? അപ്പം അടുത്തത് ഏറ്റവും ലാസ്റ്റ് നടക്കുന്നതാണ് ഇത് US ഓപ്പൺ. ജേതാവ് ആരാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവ് തന്നെ. അതായത് 1ഉം 4ഉം ആർക്ക് തന്നെയാണ്? ഒരാൾക്ക് തന്നെയാണ്. അത് ആർക്കാണ്? യാനിക് സിന്നർ. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ വലിയ പ്രയാസമില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ഒന്നുമില്ലേ, പേര് കിട്ടിയില്ലേ പോലും ഒരു ഏകദേശം ഐഡിയ ഉണ്ട്. അതായത് 1ഉം 4ഉം കിട്ടിയത് ഒരാളാണെന്നും 2ഉം 3ഉം കിട്ടിയത് ഒരാൾക്കാണെന്നും ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ആദ്യത്തത്, അവസാനത്തത് US ഓപ്പൺ ആണ്. അത് രണ്ടും ഒരാൾക്കാണ്. അതാരാണ്? യാനിക് സിന്നർ ആണ്. 2ഉം 3ഉം രണ്ടാമത് നടക്കുന്ന ഫ്രഞ്ച് ഓപ്പൺ ആണ്. മൂന്നാമത് നടക്കുന്ന വിംബിൾഡൺ ആണ്. അത് രണ്ടും ആർക്കാണ്? കാർലോസ് അൽക്കറാസ് ഗാർഫിയയ്ക്കും ആണ്. ഓക്കെ, അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ യാനിക് സിന്നർ, ഫ്രഞ്ച് ഓപ്പൺ കാർലോസ് അൽക്കറാസ് ഗാർഫിയ, വിംബിൾഡണും കാർലോസ് ആണ്. US ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവ് തന്നെ ആരാണ്? യാനിക് സിന്നർ. ഓക്കെ, ഇത് നമുക്ക് നോക്കാനുള്ളത് ഇവരുടെ രാജ്യമാണ് നോക്കാനുള്ളത്. രാജ്യം. ഓക്കെ, യാനിക് സിന്നർ ഏത് രാജ്യമാണ്? ഇറ്റലി. ഇറ്റാലിയൻ ടെന്നീസ് പ്ലെയർ ആണ് യാനിക് സിന്നർ. ഇനി കാർലോസ് ഏത് രാജ്യമാണ്? സ്പാനിഷ് ടെന്നീസ് പ്ലെയർ ആണ് കാർലോസ് അൽക്കറാസ് ഗാർഫിയ. അപ്പം യാനിക് സിന്നറിന്റെ 2 ടൂർണമെന്റ്, ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും. അദ്ദേഹം ഇറ്റലിക്കാരനാണ്. പിന്നെ നമ്മൾ പറഞ്ഞു കാർലോസ്, അത് വിംബിൾഡണും ഫ്രഞ്ച് ഓപ്പണും കാർലോസിനാണ്. ഏത് രാജ്യക്കാരനാണ്? സ്പെയിൻ ആണ് ആരുടെ രാജ്യം? കാർലോസിന്റെ രാജ്യം. ഒക്കെ,
ഇനി അടുത്തത് വിംബിൾഡൺ. സോറി വിംബിൾഡൺ അല്ല, വനിതാ വിഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് സെറ്റ് ആണല്ലോ, 2 തവണ ആ പേരൊക്കെ ഒന്ന് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ പേരുകളൊക്കെ കിട്ടും. ഓക്കെ, ഇനി വനിതാ വിഭാഗമാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവാരാണ്? ആര്യാന സബലങ്ക. ഇവിടെ ആർക്കാണ്? യാനിക് സിന്നർ. ഇവിടെ ആർക്കാണ്? ആര്യാന സബലങ്ക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പുരുഷ വിഭാഗം നോക്കി അതേ രീതിയിൽ നോക്കുവാണെങ്കിൽ യാനിക് സിന്നറിന് US ഓപ്പൺ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആര്യാന സബലങ്കയ്ക്ക് ഓസ്ട്രേലിയൻ ഓപ്പൺ വിന്നറിന് ഏതുകൂടി ലഭിച്ചിട്ടുണ്ട്? US ഓപ്പൺ. അപ്പൊ വനിതാ വിഭാഗം US ഓപ്പൺ ആര് തന്നെയാണ്? ആര്യാന സബലങ്ക. അപ്പൊ പുരുഷ വിഭാഗമാണെങ്കിലും വനിതാ വിഭാഗമാണെങ്കിലും ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും ലഭിച്ചത് ഒരേ ആൾക്ക് തന്നെയാണ്. അപ്പൊ പുരുഷന്മാരുടെ കാര്യത്തിൽ യാനിക് സിന്നർ, വനിതകളുടെ കാര്യത്തിൽ ആർക്കാണ്? ആര്യാന സബലങ്ക. 1ഉം 4ഉം ഒരാൾക്ക് തന്നെ, ആര്യാന സബലങ്ക. ഓക്കെ, ഇനി 2 ഇവിടെ ആർക്കാണ്? അതായത് ഫ്രഞ്ച് ഓപ്പൺ, രണ്ടാമത് നടക്കുന്ന ഫ്രഞ്ച് ഓപ്പൺ ജേതാവാരാണ്? ഇഗാ സ്വിയാതക് അല്ലെങ്കിൽ സ്വാതക്, എങ്ങനെയാണെങ്കിലും ഇഗാ സ്വിയാതക്. അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ ആര്യാന സബലങ്ക, ഫ്രഞ്ച് ഓപ്പൺ ഇഗാ സ്വിയാതക്. ഓക്കെ, വിംബിൾഡൺ ജേതാവാരാണ്? വിംബിൾഡൺ ബാർബോറ ക്രജിക്കോവ. അപ്പൊ അത്ര ഈസി ഉള്ള പേരല്ല, പക്ഷെ എന്താ നമുക്കത് പഠിച്ചേ പറ്റൂ പരീക്ഷയ്ക്ക് വേണ്ടി. അപ്പൊ 2 തവണയൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കിട്ടും. ഓക്കെ, അപ്പൊ വിംബിൾഡൺ ജേതാവാരാണ്? ബാർബോറ ക്രജിക്കോവ. അപ്പം ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും ഒരാൾക്ക് ആര്യാന സബലങ്ക, ഫ്രഞ്ച് ഓപ്പൺ ജേതാവ് ഇഗാ സ്വിയാതക് ആണ്. വിംബിൾഡൺ ബാർബോറ ക്രജിക്കോവ. അപ്പൊ ഇതിനൊന്ന് ഓർത്താൽ മതി. അതായത് നമ്മൾ W എന്ന് പറഞ്ഞല്ലോ, വാട്ടർ. അപ്പം ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം? WBC അല്ലെ? WBC എന്ന് പഠിക്കുമ്പോൾ ജലത്തിൽ ലയിക്കുന്നത് ബിയും സിയും ജലത്തിൽ ലയിക്കുന്നതാണ്. WBC എന്നങ്ങ് പഠിക്കുമ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊന്ന് വെച്ച് ഇത് കണക്ട് ചെയ്യുമ്പോൾ കിട്ടും. വിംബിൾഡൺ മൂന്നാമത്തെ, അത് ആർക്കൊക്കെയാണ്? ബിക്കും സിക്കും. അപ്പൊ ബാർബോറ ക്രജിക്കോവ മാറിപ്പോയിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ബി ബാർബോറ, സി ആരാണ്? കാർലോസ്. അപ്പൊ W വിംബിൾഡൺ, അത് ബിക്കും സിക്കും ആണ്. ബാർബോറയ്ക്കും കാർലോസിനുമാണ്. അപ്പൊ അങ്ങനെ ഓർക്കുമ്പോൾ ബാക്കിയെല്ലാം കിട്ടിക്കോളും. ആര്യാനയ്ക്കും ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും. ഫ്രഞ്ച് ഓപ്പൺ ആർക്കാണ്? ഇഗാ സ്വിയാതക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരുടെ രാജ്യമാണ്. ആര്യാന സബലങ്ക ഏത് രാജ്യക്കാരിയാ? ബെലാറസ്. ബെലാറസുകാരിയാണ് ആര്യാന സബലങ്ക. ഇഗാ സ്വിയാതക്കോ? പോളണ്ട്. പോളണ്ട് ആണ്. ബാർബോറ ക്രജിക്കോവയോ? ചെക്ക് റിപ്പബ്ലിക് ടെന്നീസ് പ്ലെയർ ആണ് ആര്? ബാർബോറ ക്രജിക്കോവ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എന്താണ്? ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ്, 4 പ്രധാന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ്: ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. വർഷത്തിൽ ആദ്യം നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ, അതിനുശേഷം ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. വനിതാ വിഭാഗമാണേലും പുരുഷ വിഭാഗമാണേലും ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവും US ഓപ്പൺ ജേതാവും സെയിം തന്നെയാണ്. 1ഉം 4ഉം ഒരാൾക്കാണ്. പുരുഷ വിഭാഗത്തിൽ യാനിക് സിന്നറിനും വനിതാ വിഭാഗത്തില് ആര്യാന സബലങ്കയ്ക്കും. ഇനി പുരുഷന്മാരുടെ വിഭാഗത്തില് 2ഉം 3ഉം വിംബിൾഡണും ഫ്രഞ്ച് ഓപ്പണും ഒരാൾക്കാണ്. ആർക്കാണ്? കാർലോസ് അൽക്കറാസ് ഗാർസിയ. ഫ്രഞ്ച് ഓപ്പൺ വനിത ആർക്കാണ്? ഇഗാ സ്വിയാതക്. ഫ്രഞ്ച് ഓപ്പൺ വനിത ഇഗാ സ്വിയാതക്. വിംബിൾഡൺ വനിത ആരാണ്? ബാർബോറ ക്രജിക്കോവ. അപ്പൊ ഇതങ്ങ് നന്നായിട്ടങ്ങ് പഠിച്ചു വെക്കുക. നമ്മൾ പഠിച്ച സംസ്ഥാന ചലച്ചിത്ര അവാർഡൊക്കെ നന്നായിട്ടങ്ങ് പഠിക്കുക. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.